पूछो तो मैं जरा, लड़की है यह जादू, खुशबू है या नशा, पास वो आए तो छूके मैं देखो जरा, रुक जाओ दिल दीवाने, पूछो तो मैं जरा। रुक जाओ दिल दीवाने, पूछो तो मैं जरा, लड़की है यह जादू, खुशबू है या नशा। छेड़ो जरा, रुक जाओ दिल दीवाने, पूछो तो मैं जरा, लड़की है यह जादू, खुशबू है या नशा। तू ही तो नहीं, रूठ तू किस लिए अकेली, जिस पे यूं फिदा ये दिल हो गया, वो तो है तेरी एक सहेली, जान भी जाए तो मैं बात ले लूं जरा, रुक जा ओ दिल दीवाने, पूछो तो मैं जरा, लड़की है यह जादू, खुशबू है या नशा, पास वो आए तो छूके मैं देखो जरा, നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് ഡാൻസ് കളിച്ചു, നല്ല എന്താ പറയാ ആക്ട് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു. പക്ഷെ എന്ത് പറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മറവി നമുക്കുണ്ടല്ലോ? അതാ ഡാൻസ്
ഡാൻസ് പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ഒരു ചരണം കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ബീജം ഇങ്ങനെ ആലോചിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ നന്നായിട്ട്? പ്രാക്ടീസ് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം നല്ലോണം ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം അതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ടതാണ്. പ്രാക്ടീസ് കൂടിപ്പോയതിന്റെ പ്രശ്നമായിരുന്നു തോന്നണല്ലേ നമുക്ക്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യണ സമയം ഡാൻസ് പഠിച്ചു എന്നുള്ളത് ഒരു സൈഡിലുണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളും. അതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നണേ, പാട്ടിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് പോയാൽ മതി. വണ്ടർഫുൾ അഡ്വൈസ്, വണ്ടർഫുൾ. സൂപ്പർ. നമുക്ക് പോവാം. അല്ല സൂപ്പർ കാര്യം, അവിടെ എക്സ്പീരിയൻസ് ആയി പറയുന്നത്. വെരി ഗുഡ് പാറു. അല്ലേ? തീർച്ചയായിട്ടും അതാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പഠിച്ചത് അവിടെ ഉണ്ട്, അത് എന്തെങ്കിലും വരുന്നാ വന്നോട്ടെ, പക്ഷെ പാട്ട് പ്രധാനമായിട്ട് വെച്ചോണം. വെരി വെരി ഫാന്റാസ്റ്റിക് അഡ്വൈസ്. ഓക്കെ സാറല്ല, എന്തായാലും ചോദിച്ചു നോക്കാം. ചേച്ചി. അമ്മയ്യ, എന്തോ മാം? നല്ല എഫേർട്ടാണ് കേട്ടോ. താങ്ക് യു മാം. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു മാം. ഇങ്ങനത്തെ ഡാൻസ് സോങ്സ് നമുക്ക് വേണ്ടത് കൂടുതൽ എനർജി ആൻഡ് സ്റ്റാമിന ആണ് അല്ലേ? പാട്ട് തന്നെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇപ്പൊ ഇതിൽ 3 ചരണമാണ്. പിന്നെ ഡാൻസ് മാത്രമല്ല, ഇടയ്ക്ക് ഒരു മാജിക്, ഇവിടെ ഇരുന്ന് പേപ്പർ, അവിടെ ഇരുന്ന് പേപ്പർ, ഇവിടെ ഇരുന്ന് അതൊക്കെ അത് നല്ലോണം ചെയ്തു കേട്ടോ. ഒന്നി തിങ് ഒരു പേപ്പർ എവിടെയോ വിട്ടു, പിന്നെ ആ വാലൊന്ന് പുറകില് ഉണ്ടായിരുന്നു കുറെ സമയം. അത് ക്യൂട്ടായിരുന്നു കേട്ടോ. അത് നല്ല എഫേർട്ടാണ്. പക്ഷെ ഇത് അഫ്കോഴ്സ് വാക്ക് മറന്നുപോയി ആദ്യത്തെ ചരണത്തില്. പക്ഷെ ഈ ചരണത്തിൽ ആ ഒരു ജാനഭി ജായത്തോ ലാസ്റ്റ് 2 ലൈൻസ് വരുന്നുണ്ടല്ലേ ആ ട്യൂണ്, അതിന്റെ വാക്ക് എല്ലാ ചരണത്തിലും ഒന്ന് മാറി പോകുന്നുണ്ട്. പക്ഷെ മോള് അതേ വാക്ക് തന്നെ എല്ലാ ചരണത്തിലും പാടി. പക്ഷെ അത് പാടിയത് വളരെ ക്യൂട്ടായിരുന്നു. ആ ലൈൻ ഒന്ന് കേൾക്കാമോ? ഓക്കെ, നെക്സ്റ്റ് ചരണം എന്താണ്? അതല്ലേ? പക്ഷെ ആ സംഗതി മോളുടെ വോയിസിൽ എന്തോ ഒരു ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ചരണം എന്താണ്? നമുക്ക് ആർക്കും അറിഞ്ഞോടാ. क्या है उसके बाद? बाहों में ले लो जरा, रुक जा, मानवा जाए तो बाहों में ले लो जरा, रुक जा, ओ दिल दीवाने, पूछो तो मैं जरा. എന്നാലും ഈ പാട്ട് ഒരു പിച്ച് ലോയില് പാടിയ പ്രശ്നമാണോ? എനിക്ക് തോന്നി കുറച്ച് വളരെ ഹൈ അല്ലേ അത്. അപ്പൊ ഒരു താഴെ വെച്ച് പാടിയാലോ കുറച്ചുകൂടി ഈസി ആവില്ലേ അമ്മയൊക്കെ? ഒന്ന് താഴെ ഒരു ടോൺ. ഇത് ഈസി അല്ലേ? പാടിക്കോ ഒരു പ്രാവശ്യം. പാടിക്കോ, കണ്ടിന്യൂ ദ പല്ലവി. ഒന്ന് പാടിക്കോ പല്ലവി. पूछो तो मैं जरा, लड़की है या है जादू, നൈസ്. खुशबू है या नशा, पास वो आए तो छूके मैं देखूं जरा, रुक जा. ഇത് ഹായ് ക്യാ ബാത് ഹൈ. ഇത് എനിക്കിത് ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന് വെച്ചാ കുറച്ച് നമുക്ക് ഈ പിച്ചില് മോളുടെ വോയിസ് കുറച്ചുകൂടി റൗണ്ടഡ് ആയിട്ട് തോന്നുന്നു. ബിക്കോസ് ഇങ്ങനത്തെ പാട്ടിൽ നമുക്ക് ആ ഫുൾ ടോൺ കിട്ടിയാൽ കൊള്ളാം കേട്ടോ. അത് കുറച്ചുകൂടി ഒരു ഡെപ്ത് കിട്ടുന്നു. ഏത് പിച്ചിലാണ് ആ പാട്ടിന്റെ ഇമ്പാക്ട് കൂടുതൽ കിട്ടുന്നു. അത് ഒറിജിനൽ പിച്ചിൽ തന്നെ പാടണം എന്നൊന്നുമില്ല കേട്ടോ. അത് ആ പ്ലേ ബാക്ക് സിംഗറിന്റെ അത് അവരുടെ റേഞ്ച് ആണ്. പക്ഷെ മോളുടെ വോയിസ് ഡിഫറെന്റ് ആണ്, മോളുടെ റേഞ്ച് ഡിഫറെന്റ് ആണ്. മോളുടെ വോയിസിൽ ഏത് റേഞ്ചിലാണ് ഇമ്പാക്ട് കൂടുതൽ കിട്ടുന്നത് അതും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നോക്കിയിട്ട് അത് അനുസരിച്ചാണ് നമ്മൾ പിച്ച് ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഈ പിച്ചിൽ അടിപൊളിയുണ്ട്. താങ്ക് യു ചേച്ചി. ഷാനിക്ക,
അമയ, എന്താ സാർ? ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി 2 ചരണം മതിയായിരുന്നു. 2 ചരണം ഇൻ സെൻസ് ഒരു അനുപല്ലവിയും ഒരു ചരണവും മാത്രം പാടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ 3 ചരണം ചിലപ്പോൾ പാടിയില്ലെങ്കിൽ നമ്മളത് ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യത്തില്ല. പിന്നെ ഇതൊരു അതർ ലാംഗ്വേജ് സോങ് കൂടിയാണല്ലോ. അപ്പോൾ ആക്ച്വലി ഒന്ന് സേഫായിട്ട് കളിക്കായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ചോദിക്കാൻ പോകുന്നില്ല ഇതിൽ 3ാമത്തെ ചരണം ഉണ്ടല്ലോ അതെവിടെ പോയിന്ന്. നമ്മൾ മാക്സിമം 1 ചരണം പാടിക്കഴിഞ്ഞാൽ അത്രയും ഹാപ്പി. അപ്പോൾ 2 ചരണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വാക്കുകൾ മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ വരികൾ മാറിപ്പോകുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഭയങ്കരമായിട്ട് മാറും. ഇപ്പം ജാനുഭി ജായത്തോ കംന കരു മേസറ, അതായത് ജീവൻ പോവുകയാണെങ്കിലും എനിക്ക് അത്രയും സങ്കടം ഉണ്ടാവില്ല, കാരണം അത്രയും ഹാപ്പിയാണെന്നുള്ള ഒരു ഇതാണ്. അപ്പം ജാനുഭി ജായത്തോ മേ ബാത്ത് ഛേഡൂസറ എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി എൻറ്റയർലി 2 സംഭവങ്ങളായി. ഒരു ആ ലിറ്ററലി ആ വാക്കിന് അർത്ഥം ഇല്ലാണ്ടായി. അപ്പം അതാണ് എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചത്. പിന്നെ എനിക്ക് മോളുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. താങ്ക് യു സാർ. പക്ഷെ അവിടെ മിസ്സായാലും ഷാൻ അവള് അത് നിർത്താതെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് അത് പാടി നിർത്തിയല്ലേ, അത് അതിനൊരു കാര്യം. അതെ അതെ അതെ. താങ്ക് യു സാർ. വീണെടുത്തുനിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നു, അത് വലിയൊരു കാര്യം തന്നെ. ഫീനിക്സ് പറവയെ പോലെ. അതെ, ഫീനിക്സ് പറവയെ പോലെ എഴുന്നേറ്റ് വന്നു. ദാറ്റ് ഇസ് ഗുഡ്. അപ്പം മോളെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ? പാടിയത് ഉദിത് നാരായൺ സാറ്, ലിറിക്സ് ആനന്ദ് ബക്ഷി സാറ്, പിന്നെ മ്യൂസിക് ജതിൻ ലളിത് സാറ്. അതുപോലെ ഫസ്റ്റ് മക്കൾ കോറസ് പാടിയില്ലേ? ആരൊക്കെയാ കോറസ് പാടിയത്? അത് തുടക്കം തന്നെ കോറസിലല്ലേ തുടങ്ങണേ? ഓരോരുത്തരും ഓരോ വഴിക്ക് പോയ പോലെ ഒരു ജാറിങ് ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ അത് എൻഡിലെ ഒരു ചാർലീസ് ഏഞ്ചൽസിനെ പോലെ 3 പേര് വന്ന് അവിടെ ആ പോസൊക്കെ നല്ല പോസ്. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സാർ. മക്കളെ എന്താ സാർ? നല്ല രസമായിരുന്നു മോളെ. Thank you, പല്ലവിയുടെ എൻഡ് മാത്രം ആ ഒരു സംഗതി മാത്രം മോടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും അസാധ്യമായിട്ട് പാടി. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷൻ അതാണ്, ആ കണക്ട് പല്ലവിയിലേക്കുള്ളത്. അത് ബാക്കിയല്ല കിടക്കച്ച്. താങ്ക് യു സാർ. മറന്നത് മറന്ന് പൊക്കോട്ടെ, അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് മോള് ഇനിയുള്ള 8ാമത്തെ ഷെഡ്യൂളിൽ പാടാനിരിക്കുന്ന ഒരു പാട്ടിനെ കുറിച്ച് ആലോചിച്ച് ഈ വരി മറന്നു. അതിനെന്ത് കാര്യം? എനിക്ക് ചിരിക്കുന്നു. ഇനി മക്കളെ എനിക്ക് ആ തുടക്കമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ചേർന്നകത്ത് മലന്ന് കടന്നിട്ട് മോളെ കെന്നി ജി പോലും അങ്ങനെ വായിക്കത്തില്ല. പക്ഷെ അവിടെ ഫുള്ളി വയലൻ സെക്ഷൻ ആണ്. കെന്നി ജി അറിയാവോ? മോളെ കെന്നി ജി ആരെന്നറിയോ? അതായത് സാക്സോഫോൺ ആർട്ടിസ്റ്റ് ആണ്. ഏത് എവിടെ പോയാലും, ഏത് ലിഫ്റ്റിൽ കയറിയാലും, ഏത് ഓഡിറ്റോറിയത്തിൽ പോയാലും ഇത് ആ കെന്നിജിയെ കേൾക്കാതെ ഒരു ലിഫ്റ്റ് നമുക്ക് റൂമിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ അസാധ്യ പിള്ളേർ. അതുപോലെ കാണാനും സുന്ദരന്. അതെ, ഇതൊക്കെ അറിയണ്ടേ? കർലി ഹെയർ ഒക്കെ വെച്ചിട്ട്. അല്ല, അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യം ഈ മുടി ചുരുട്ടാൻ തുടങ്ങി. കൊടുങ്കൈ ഞങ്ങളുടെ അടുത്ത്, ഈ കടുങ്കൈ ഞങ്ങളോട് വേണ്ട. മകളെ, അതുപോലെ പിന്നെ ആ വാൽ നക്ഷത്രമായി നീ ഇവിടെ പറന്ന് നടന്നതും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒരു വാലും കൊണ്ട് നോട്ടീസ് ചെയ്തില്ല അല്ലേ? അവൾ അറിഞ്ഞില്ല. അത് ഒരെണ്ണേ വന്നുള്ളൂ അല്ലേ? 2 വരേണ്ടതായിരുന്നു. 2 വാലോ? അല്ല, ഇവിടെ 2 റെഡ് എടുത്തു, ഇവിടുന്ന് 2 ബ്ലൂ എടുത്തു, ഇവിടുന്ന് 2 വൈറ്റ് ആയിരുന്നു. പക്ഷെ ഒരു വൈറ്റേ വന്നുള്ളൂ. മറ്റേ വൈറ്റ് എങ്ങനെ പുറകിൽ? എനിക്ക് തോന്നി എന്താന്നറിയാം, ആ താഴെ ഉണ്ടായിരുന്ന വൈറ്റ് ഉണ്ടല്ലോ, അവൾ ഇരുന്നപ്പോഴ് അത് അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയി. ബാക്കിൽ എന്തോ സെറ്റപ്പ്, പക്ഷെ അത് ഇറങ്ങി വാലായി. അത് കുഴപ്പമില്ല മോളെ, അതൊരു രസമായിരുന്നു. അത് കുഞ്ഞല്ല നീ, അത് കുഴപ്പമില്ല മോളെ. അതേ ഉള്ളൂ എനിക്ക് പ്രധാനമായിട്ട് ആ ഒരു കണക്ട് പാടിയില്ലേ മോള്, അത് കുറച്ചും കൂടെ ഫസ്റ്റ് പല്ലവിയിൽ എൻഡിൽ നന്നാക്കാറുണ്ട്. ബാക്കി ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി എത്ര റൗണ്ട്? ഇനി ഒരു റൗണ്ടും കൂടിയല്ലേ ഉള്ളൂ. ഇനി മക്കൾക്കുള്ളത് ഏതാ? ദേവരാജ്. സൂപ്പർ. അത് വെച്ച അലക്ക മോളെ കേട്ടോ. അത് ദേവരാമാഷിന്റെ പാട്ട് പാടുമ്പോൾ അദ്ദേഹം ജനിച്ചതും അതും ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പാടിയാണ് കേട്ടോ.
അല്ല എല്ലാ വരിയും മറക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഐ ലവ് യു മുത്തേ. ഐ ലവ് യു സർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് I love you, മുത്തേ. You're the best, ശരത്തേട്ടാ. യെസ്. You're the best. ഓക്കെ, ഇനി Marks. മാർക്സ് ചോദിക്കാം. ശരത് സാർ, ഷനിക്ക. അമ്മയാ എന്താ സർ? 8.2. താങ്ക് യു സർ. Thank you, ഷനിക്ക. ശരത് സാർ, മോളെ, എനിക്ക് മോളെ ആ വാക്ക് മറന്നുപോയപ്പോൾ സഹായിക്കാൻ പറ്റാത്ത കുറ്റബോധത്തിൽ ഞാൻ 8.4 മാർക്ക്. താങ്ക് യു സർ. സോ ടോട്ടൽ 16.6. കാര്യമില്ല, ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അത് നന്നായിട്ട് വെച്ച് അലക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ.